ജനപക്ഷമില്ല, BJP മാത്രം. വിജയം മാത്രം സമ്മാനിക്കണേ എന്ന പ്രാർത്ഥന. ത്രിപുര പോലെ ഇവിടെ തിരുവനന്തപുരത്തും നമ്മൾ അക്കൗണ്ട് തുറക്കും, ഭരണവും കൊണ്ടുവരും. BJPയുടെ കേന്ദ്ര നേതൃത്വം മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കുന്നത് മത്സരിക്കാൻ. വ്യക്തമായി ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോണ്ടന്റ് ആണ് അവരുടെ റിട്ടോർട്ട്സിലുള്ളത്. കേരള പദയാത്രയായി പോയപ്പോൾ മലപ്പുറം ടൗണിലൊക്കെ തട്ടമിട്ട ഉമ്മക്കുട്ടികൾ നമ്മുടെ ജാഥയ്ക്ക് നേരെ പ്രത്യഭിവാദ്യം ചെയ്യുന്ന ആവേശകരമായ കാഴ്ചയാണ് കണ്ടത്. നിങ്ങൾ എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു, എന്നിട്ടാ പറഞ്ഞ് ഞാൻ എടുക്കും എന്ന് പറഞ്ഞാൽ തന്നാലാണ് എടുക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ. ഊളച്ചോദ്യത്തിന് മറുപടിയില്ല. നമസ്കാരം. തിരഞ്ഞെടുപ്പിന് മുൻപേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ്. അതുകൂടാതെ സുരേഷ് ഗോപി, അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. കേരളം ഞങ്ങൾ പിടിക്കും, പിടിച്ചേ മാറും. തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങൾ പിടിക്കും, BJP പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ വല്ലപ്പോഴും വന്നാൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ എത്ര കൊല്ലമായി പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് എനിക്ക് നല്ല തന്നെയിടമാണ്. ആ തന്നെയിടമാണ് എന്നെ കൊണ്ട് ഇത് പറയിക്കുന്നത്. യാതൊരു സംശയം വേണ്ട. വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല, മിനിമം 5 കൂടുതൽ സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പിടിക്കും. 26-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായി BJP മാറും. 29 ഇലക്ഷൻ നടക്കുന്നതാണ് കരുതപ്പെടുന്നത്. അന്ന് കേരളം ഒറ്റയ്ക്ക് ഭരിക്കും, ഒരു സംശയം. സ്വാഭാവികമായിട്ട് കാണുമല്ലോ. അത് BJPയുടെ കേന്ദ്ര നേതൃത്വം മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കുന്നത് മത്സരിക്കാൻ. 1000 അബദ്ധമൊന്നും ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാമാണ് അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക? നോ, നെവർ. സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനമൊക്കെ അത് ദേശീയ പാർട്ടി, ദേശീയ കമ്മിറ്റി കൂടി പാർലമെന്റ് സ്ഥാനാർത്ഥി. 1000 ഊളച്ചോദ്യത്തിന് മറുപടിയില്ല. ഇല്ല, എന്നെ സന്നദ്ധത അറിയിക്കേണ്ട കാര്യമില്ല. നിൽക്കാൻ പാർട്ടി വരെ കേൾക്കും. അതിന് ചോദ്യമൊന്നുമില്ലല്ലോ. അത് വലിയ സംഭവമല്ലേ? കടകക്ഷി ഏതെങ്കിലും കടകക്ഷിയാവും, പക്ഷെ പാർട്ടിയാകാത്ത അത് ഉത്തരവാദിത്വം വേണം. ഇതെൻ്റെ പാർട്ടിയുടെ തീരുമാനമാണ്, ജനപക്ഷം പാർട്ടിയുടെ. ഇന്ന് ബഹുമായിട്ട് നരേന്ദ്രമോദിജി ജനപക്ഷം പാർട്ടി പ്രവർത്തനം മുഴുവൻ BJPയായിട്ട് പ്രഖ്യാപിക്കും. അതോടെ പ്രശ്നം മേലിൽ ജനപക്ഷമില്ല, BJP മാത്രം. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് തന്നെ വളരെ ആവേശകരമായിട്ട് നരേന്ദ്രമോദിയുടെ തൃശ്ശൂരിലെയും എറണാകുളത്തെയും റോഡ് ഷോയോട് കൂടിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. കേരള പദയാത്ര കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ വലിയ ആവേശമാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ LDF-ൽ നിന്നും UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും എന്തിനേറെ പറയുന്ന മുസ്ലിം ലീഗിൽ നിന്ന് പോലും ഞങ്ങളെ കൂടെ വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഇന്ന് കേരള പദയാത്രക്ക് അദ്ദേഹം പങ്കെടുക്കുന്നതോടുകൂടി കുറെ കൂടി ഒരു നല്ല മുൻകൈ നമുക്കുണ്ടാവും. 29ഓടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക വരും. അത് LDF-നെയും UDF-നെയും മുന്നിൽ ഏറ്റവും തിളക്കമുള്ള ഒരു പാനലുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. കേരളത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇപ്രാവശ്യം മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് കൈ ഉയർത്താൻ കേരളത്തിൽ നിന്ന് NDA MPമാരുണ്ടാവും. ന്യൂനപക്ഷങ്ങൾക്കിടയിലും നല്ല മാറ്റമുണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ. മുസ്ലിംസിനിടയിലും നമ്മളോട് പഴയ വിരോധം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് മലപ്പുറം സ്ഥാനാർത്ഥിയായി റോഡ് ഷോയിൽ ടാറ്റ അടിച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് ടാറ്റ പോലും പറയാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഈ വർഷം ഞങ്ങൾ കേരള പദയാത്രയായി പോയപ്പോൾ മലപ്പുറം ടൗണിലൊക്കെ തട്ടമിട്ട ഉമ്മക്കുട്ടികൾ നമ്മുടെ ജാഥയ്ക്ക് നേരെ പ്രത്യഭിവാദ്യം ചെയ്യുന്ന ആവേശകരമായ കാഴ്ചയാണ് കണ്ടത്. എതിർപ്പെങ്കിലും കുറഞ്ഞല്ലോ, വോട്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം
നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അത്രമാത്രമുണ്ട്. ആര് പ്രതിരോധിക്കും, ഏറ്റവും നല്ലതുപോലെ ആര് പ്രതിരോധിക്കും എന്നതാണ് ഇവിടുത്തെ കേരളത്തിലെ ചോദ്യം. അതിനുള്ള മത്സരമാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവർ സത്യത്തിൽ ഒന്നിച്ച് നിന്ന് മത്സരിച്ചിട്ട് പോലും ഇപ്പം ത്രിപുരയിൽ ഒരു മുസ്ലിം MLA ഞങ്ങൾക്കുണ്ടായത് ആദ്യമായി ത്രിപുരയിൽ നിന്നാണ്. അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ പരീക്ഷണമായിരുന്നു. ദയനീയമായ പരാജയമാണ്. കേരളത്തിലും അവർ രണ്ട് മുന്നണിയാണെങ്കിലും അവർ ഒന്നിച്ച് ഞങ്ങൾക്കെതിരെ അതിനെതിരായിട്ടുള്ളൊരു ജനവികാരം LDFനെയും UDFനെയും ജനങ്ങൾക്ക് മടുത്തു. തീർച്ചയായും 29 തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവും. ഞങ്ങൾ എല്ലാ സീറ്റിലും ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. ഞാൻ പറയുന്നത് നമുക്കിങ്ങനെ പറയാം, നമുക്ക് സംക്ഷിപ്തമായി പറയാം. 3ാം തവണ മോദി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ MP-മാരുടെ കൈകൾ NDAക്ക് കേരളത്തിൽ നിന്നുണ്ടാവും. നമുക്ക് കിട്ടുന്നതിൻ്റെ കണക്കുകൾ ഒരിക്കലും വെളിയിൽ വരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലോ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയല്ലോ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മുൻപ് കിട്ടിയിരുന്നത്, ഇപ്പോൾ എന്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, എല്ലാം രേഖയോടെ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കാം. എന്നാൽ എന്താ ഇവരൊന്നും കോടതിയിൽ പോകാത്തത്? കോടതിയിൽ പോകാമല്ലോ. അതുകൊണ്ട് കോടതി പോട്ടെ, വിധി വരട്ടെ. അത് ഇലക്ഷൻ വരുമ്പോൾ കോടതി പോവും. ഇത് കഴിയുമ്പോൾ വിധി വരികയും ചെയ്യും, മാപ്പ് പറയുകയും ചെയ്യും. ഇതാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം തൃശ്ശൂരും നമുക്ക് വളരെയേറെ ജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങളിലൊന്നാണ്. സ്വാഭാവികമായിട്ടും അത് കേന്ദ്രം അതിനൊരു നടപടി എടുക്കും. കാരണം ഇപ്പോൾ ആരുടെയും പേരുകൾ അനൗൺസ് ചെയ്തില്ല. സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നമുക്ക് സുരേഷ് ചേട്ടനപ്പുറത്ത് വേറെ സ്ഥാനാർത്ഥി ഇല്ലാതാനും. അതുകൊണ്ട് എൻ്റെ സമയമാകുമ്പോൾ കൃത്യമായിട്ട് വരും. കേട്ടില്ല. തീർച്ചയായിട്ടും തുറക്കണമല്ലോ. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു MP-യോ MLA പോലും ഇല്ലാഞ്ഞിട്ടും ഇത്രയേറെ വികസന പദ്ധതികൾ ഒരു സംസ്ഥാനത്തിന് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് അക്കൗണ്ട് തുറക്കാൻ തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ ഒരു നോട്ടം ഒരു സംസ്ഥാനത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ത്രിപുര പോലെ ഇവിടെ തിരുവനന്തപുരത്തും നമ്മൾ അക്കൗണ്ട് തുറക്കും, ഭരണവും കൊണ്ടുവരും. എപ്പോഴെന്തെന്നുള്ള പിന്നത്തെ കാര്യം. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ അക്കൗണ്ട് തുറന്നിരിക്കും. ഇതുവരെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പാർട്ടി തീരുമാനിക്കേണ്ട. നമസ്കാരം. പാർട്ടി തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ആരുടെ പേര് അനൗൺസ് ചെയ്താലും നമ്മളെല്ലാവരും വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പ്രധാനമന്ത്രി വരുന്ന വേദിയിൽ സ്വാഭാവികമായിട്ടും അത് നാഷണൽ കൗൺസിൽ മെമ്പർ എന്ന നിലയ്ക്ക് വേദിയിൽ സ്ഥാനം തരുന്നതാണ്. അത്രേ ഉള്ളൂ. വേറെന്തെങ്കിലും അറിയിപ്പോലും കിട്ടിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ എന്നെക്കാൾ മുമ്പേ എന്തായാലും പത്രക്കാരെ നിങ്ങളറിയും. കാരണം ഞാൻ ഇതേ തൊഴിൽ ചെയ്തിരുന്ന ഒരാളാണ് പണ്ട് ദൂരദർശനിൽ. അതുകൊണ്ട് എനിക്കറിയാം, എന്നെക്കാൾ മുമ്പേ നിങ്ങളറിയും. തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ 3-4 തവണകളായിട്ട് 30%-ലധികം വോട്ടും 2ാം സ്ഥാനത്തും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും മോശം സമയത്തും ഏറ്റവും നല്ല സമയത്ത് 2ാം സ്ഥാനം സ്ഥിരമായി നമ്മൾ നേടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും നല്ലൊരു സ്ഥാനം തിരുവനന്തപുരത്തിന് പാർട്ടി കരുതുന്നുണ്ട്. കേൾക്കുന്നില്ല. നമ്മൾ ഇതുവരെ കണ്ടിടത്തോളം ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും ശ്രീ അമിത്ഷാ ആണെങ്കിലും വിന്നബിലിറ്റി, ജയസാധ്യതയുള്ളവർ ആരാണോ അവരെ കൊണ്ട്, അത് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം അങ്ങനെ ചിന്തയില്ല. വിന്നബിൾ കാൻഡിഡേറ്റ് ആയിരിക്കും ഇവിടെ വരിക. ഇന്നലെയായിരുന്നു എൻ്റെ സമാപനം. ഇന്നലെ പങ്കെടുക്കുകയുണ്ടായി. വളരെ വലിയ ജനപങ്കാളിത്തവും വളരെയധികം ആവേശവും. കാരണം ഇടത് വലത് സർക്കാരുകളുടെ ദുർഭരണം കൊണ്ട് കേരളത്തിലെ യുവതലമുറ മുതൽ ഏറ്റവും പ്രായമായവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ പദയാത്ര വലിയൊരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ വരുന്ന ഇലക്ഷനിൽ കാണാനും സാധിക്കും. BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വാനോളമാണ്. കേരളത്തിൽ നിന്ന് ഒരു ശക്തമായ രാഷ്ട്രീയ വ്യതിയാനം വെളിവാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത്. അതിന് ഞങ്ങളുടെ ബാക്ക് ബോൺ, ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ശ്രീ നരേന്ദ്രമോദി. ആ ഒരു സിമ്പൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും. അവർ രാഷ്ട്രത്തിൻ്റെ പുരോഗതി മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളവും അതിൻ്റെ ഭാഗമാവണം. കേരളത്തിനും തടയിടുന്നവരുടെ ഒരു ശക്തി കുറച്ചുകൊണ്ട് ആ വികസനം കേരളത്തിനും പൂർണ്ണമായും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നത് പോലെ ലഭിക്കണമെന്ന് പറയുന്ന ഉന്നം വെച്ച് രാഷ്ട്രീയത്തിനതീതമായി, രാഷ്ട്രീയ ചിന്താഗതി മറക്കുകയല്ല, പക്ഷെ തൽക്കാലം മാറ്റിവെച്ച ഒരു ശ്രമം ഈ 5 വർഷത്തേക്ക് നടത്തും എന്ന് പറയുന്ന വിശ്വാസം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പാർലമെൻറ്റിലെ സാന്നിധ്യം കേരളത്തിൽ ഗണ്യമായ രീതിയിൽ നല്ല അളവിൽ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വാസം.
ഇല്ല, അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ശക്തമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരെയും ഇൻചാർജുമാരെയും കണ്ടു കഴിഞ്ഞു. അവരുമായിട്ട് 1-to-1 മീറ്റിംഗ് ആയിക്കഴിഞ്ഞു. അവിടെ ചുവരെഴുത്തും നേരിട്ട് പോയി താമരയിതളിന് നിറം ചാർത്തിയും വന്നു കഴിഞ്ഞു. ഏതാ വിജയം മാത്രം സമ്മാനിക്കണേ എന്ന പ്രാർത്ഥനയാണ്. ട്രിവാൻഡ്രം അങ്ങനെ ഒരു 3-4 മണ്ഡലങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകുന്നതോടുകൂടി ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്കും ഒരു വിശ്വാസം വേണ്ട. അപ്പോൾ അത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ഉണ്ടാവും. എനിക്കറിയില്ല, അത് പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ള കാര്യമല്ലല്ലോ. അദ്ദേഹത്തോട് പ്രധാനമന്ത്രി വരുന്നു അല്ല, അത് പ്രധാനമന്ത്രിയുടെ ഹൃദയത്തിലോ മനസ്സിലോ ഉള്ള കാര്യമല്ലല്ലോ ഇവിടെ പറയേണ്ടത്. പാർട്ടിയുടെ ഒരു പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞു. അതിൻ്റെ നിശ്ചയങ്ങൾ എന്താണെന്ന് ഏകദേശ രൂപമായിട്ടുണ്ട്. കൂടുതൽ മീറ്റിങ്ങുകളുണ്ടാവും. ആ ചർച്ചയിൽ നിന്നൊരു ഫൈനൽ ഡിസിഷൻ അവിടെ ഉണ്ടാവുന്നത് മാത്രം ചുമന്നു കൊണ്ടുവരാനേ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ അല്ല, പാർട്ടിയുടെ അല്ലല്ലോ. അല്ല, ഒന്നും പറയാറായിട്ടില്ല. അതൊക്കെ അവർ യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കേരളം പോലെയുള്ള ദൂരെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നരേന്ദ്രമോദി നടത്തിപ്പോരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പിടി മന്ത്രിമാർ അതിന് ഉന്നം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങളൊരു പുറകോട്ടൊരു യാത്ര നടത്തി നോക്കിയാൽ അല്ല, അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. അത് ചർച്ചയും നടന്നു. അതിന് മുന്നിട്ട് ഇറങ്ങിയത് ഞാൻ തന്നെ. അല്ല, നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മറുപടി എന്ന് പറയുന്നതിൽ വ്യക്തമായി ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോണ്ടന്റാണ് അവരുടെ റിട്ടോർട്ട്സിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒന്നുകൂടി ശ്രമിക്കുന്നുണ്ട്, നോക്കട്ടെ. പക്ഷേ എല്ലാം ശ്രമമാണ്. പക്ഷേ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. താങ്കൾ തന്നെയാണോ ഈ പേര് മുന്നോട്ട് വെച്ചത്, ഈ ശോഭനയുടെ പേര്? അത് ഞാൻ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയല്ലല്ലോ. കേട്ടില്ല. മോദി ആര് ശക്തമായി നേരിടുമെന്നാണ് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള മത്സരം. ജനങ്ങളാണല്ലോ ഇത്, ഇടതോ വലതോ അല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. ഇത് ഇടതും വലതും അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇത് ആര് തമ്മിലാണ് പോരാട്ടം എന്നൊക്കെ നമുക്ക് വീരവാദം മുഴക്കാം. ഇതാ ബൂത്തിലെത്തി ഒരു ചിഹ്നമല്ല അവർ തിരഞ്ഞെടുക്കുന്നത്, അവരുടെ 5 വർഷത്തെ ജീവിതമാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അവിടെ സമ്മതിദായകൻ അല്ലെങ്കിൽ സമ്മതിദായിക തീരുമാനിക്കുന്ന തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനേ പറ്റൂ. ഒരു വീരവാദവും മുഴക്കാനൊക്കെ ആവണേ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് യോഗ്യരായ മറ്റു സ്ഥാനാർത്ഥികളുമുണ്ട്. എല്ലാവരുടെയും സമ്മതവും എല്ലാവരുടെയും അതിനുള്ള ഒരു തയ്യാറെടുപ്പിനും നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തേ മതിയാകും. അപ്പോൾ അത് വരട്ടെ, അത് അവരെന്നെ അറിയിക്കുക, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര നേതൃത്വം അറിയും. അതിനുശേഷം തീരുമാനമുണ്ടാവും. എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനുള്ള സമയം ഇനിയില്ല. ഏകദേശം നിശ്ചയമായിട്ടുണ്ടാവും. അല്ലല്ല, ഒരു നിശ്ചയം ഉണ്ടായിട്ടുണ്ടാവും. ആ നിശ്ചയം നേതാക്കൾ പറയും. ഇല്ല, അങ്ങനെ അത് പ്രഖ്യാപനമല്ലല്ലോ. അത് വൈകാരികമായിട്ട് അന്നേരം തോന്നിയത് പറഞ്ഞതാണ്. അന്നേരം തോന്നി ഈ തൃശ്ശൂർ എനിക്ക് വേണമെന്ന്, നിങ്ങൾ എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നിട്ടാ പറഞ്ഞ് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നാലാണ് എടുക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെയാണ്. തന്നാൽ എടുത്തിരിക്കും. ഏതാ എതിർ സ്ഥാനാർത്ഥിയോ ആയില്ലേ? നിങ്ങളല്ലേ പ്രചരിപ്പിച്ചത്? അല്ല, എതിരാളികളല്ലല്ലോ, അവർ പോരാളികളാണ്. എതിരാളികളല്ല. എതിരാളിയെന്ന് നിങ്ങൾ നിശ്ചയിക്കാതെ അത് ജനങ്ങൾക്കറിയാം, വ്യക്തമായിട്ടറിയാം. ജയസാധ്യതല്ല, ജയം ആർക്കാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അവരുടെ നിശ്ചയം പറയട്ടെ. താങ്ക് യു.